പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നൊയമ്പിൽ ഏറ്റവും കൂടുതൽ സൗഖ്യം കിട്ടുന്നൊരു സമയമാണ്. നൊയമ്പിൽ ഏറ്റവും കൂടുതൽ ത്യാഗമെടുക്കുന്നൊരു സമയമാണ്. നൊയമ്പ് എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസി കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ ജീവിതത്തെ, കർത്താവിൻ്റെ മാർഗത്തെ നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റേണ്ട ഒരു സമയമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു മിശിഹ കഫർനാം പോയാലും ഗലീലിയ പോയാലും ഏത് പട്ടണത്തിൽ പോയാലും എല്ലാ വിശ്വാസികളും കർത്താവിലേക്ക് കടന്നു വരികയും കർത്താവ് അവരെ പഠിപ്പിച്ചു തുടങ്ങി. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നല്ലതിനെ പുറകെ നമ്മൾ പോയാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. പക്ഷേ തിന്മയുടെ പുറകെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹായ്ക്കുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ ജനത്തിന് ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തു. അപ്പോൾ ഓരോ വിശ്വാസിയും കർത്താവായ യേശു മിശിഹാന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, ഓരോ വിശ്വാസി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ വചനത്തെ, ഈ സുവിശേഷത്തെ എല്ലാ ജനങ്ങളുമായി പങ്കുവയ്ക്കണം. സത്യത്തെ പങ്കുവച്ചാൽ നമ്മളും നവീകരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, ശക്തിപ്പെടും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു ഹെഡിങ് ഇതാണെന്ന്: പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പാപം നിരന്തരമായി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, പാപത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവൻ ആ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ കർത്താവായ യേശു മിശിഹ നമ്മളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, എല്ലാ ശൂന്യതമായ അവസ്ഥയിൽ നിന്നും ദൈവികമായ കൃപയുടെ അവസ്ഥയിലേക്ക് ദൈവമാണ് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണെന്ന്: ഇവൻ ആരാണെന്ന് എന്നൊരു ചോദ്യമുണ്ട്. ഇവൻ ആരാണ്? അശുദ്ധാത്മാവ് പോലും ഇവൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ നൊയമ്പ് കാലത്ത് ക്രിസ്ത്യാനികളായ നമ്മളുടെ ഒരു മനോഭാവം മറ്റ് വ്യക്തികൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു ചോദ്യം, അവരുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചോദ്യം ഇതാണ്: ഇവൻ ആരാണെന്ന്? ഇവൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നുണ്ടല്ലോ. ഇവൻ വചനം പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടല്ലോ. ഇവൻ ആരാണ്? ഈ ശക്തി എവിടുന്നാണ്? അത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ അശുദ്ധാത്മാവും കർത്താവായ യേശു മിശിഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ നസ്രായനായ യേശു അല്ലേ? നീ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഒരു വാക്യത്തിൽ പറഞ്ഞാൽ അശുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം കടന്നു വന്നത്. അപ്പം നമ്മൾ ഈ അശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ അശുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹ വന്നത്. അശുദ്ധി ദൈവത്തിൻ്റെ ശുദ്ധിയെയും പരിശുദ്ധിയെയും കാണുമ്പോൾ തോറ്റു കൊടുക്കുന്നത് പോലെ നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, അന്ധകാരമായ അവസ്ഥയിൽ നിന്നും ദൈവികമായ അവസ്ഥയിലേക്ക് ഞാൻ കയറി ചെല്ലണം. എൻ്റെ ജീവിതത്തിലുള്ള തകർച്ചകളെല്ലാം എന്നെ ഉപേക്ഷിച്ച് പോകണം. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രം എന്നിൽ നിലനിൽക്കണം. അപ്പോൾ മറ്റ് വ്യക്തികൾ ഈ നൊയമ്പ് സമയത്ത് നമ്മളെ നോക്കുമ്പം അവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ചോദ്യവും, അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയം ഇതായിരിക്കണം: ഇവൻ ആരാണെന്ന്? നസ്രായനായ യേശുവിൻ്റെ പുത്രനാണോ ഇവൻ? പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ ധനമുണ്ടാക്കാനും ഈ ഭൂമിയിൽ സ്വത്തും സമ്പത്തും സുഖമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ദൈവത്തിൻ്റെ നാമത്തിന് ജീവനുള്ളതാക്കാനും ആ നാമം എന്നേക്കുമായി നിലനിർത്താൻ വേണ്ടി വന്നവരാണ് നമ്മൾ. അപ്പോൾ ആ നാമം എന്നേക്കും നിലനിൽക്കുന്നെങ്കിൽ അത് അനുഗ്രഹമായി തീരണം. പ്രിയമുള്ളവരെ, ഈ നൊയമ്പ് സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ചോദ്യം ഇതാണ്: ഇവൻ ആരാണ്? അവർ ആ ഉത്തരം കണ്ടുപിടിക്കണം. ഇവൻ നസ്രായനായ യേശുവിൻ്റെ മക്കളാണ്.
ഈ നോയമ്പ് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അശുദ്ധാത്മാവ് വിട്ടുപോകണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അന്ധകാരം വിട്ടുപോകണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗത്തിലായിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ സങ്കടകരമായി ജീവിക്കുന്ന കുടുംബക്കാർ അവർക്ക് അനുഗ്രഹം ലഭിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ ദൈവികമായ കൃപയിൽ ചേർന്ന് നിൽക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ നമ്മുടെ യുവജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദുശ്ശീലവും അശുദ്ധിയും കടന്നുപോയി അവർ നാമത്തെ സ്വീകരിക്കണം. അത് നമ്മൾ ചെയ്യണം. ഈ നോയമ്പ് കാലത്ത് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നേക്കും നിലനിൽക്കട്ടെ. ഞാൻ ആരാണെന്ന്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രനായി ഈ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു. നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അശുദ്ധിയെല്ലാം മാറി ശുദ്ധി കടന്നു വരാനും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.